കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഇഗ്നു ഫോക്കസ് 2.0 ഇഗ്നുവിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് പ്രോഗ്രാം ആണിത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BPAG 174 എന്ന് പറയുന്ന പേപ്പർ ആണ്. ജനറൽ അനാലിസിസ് പാർട്ടിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യുന്നത്, ഇഗ്നു ക്വസ്റ്റ്യൻ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഒരു 400 മുതൽ 500 വേർഡ്സ് വരെയാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്, ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് ഇഗ്നു ചോദിക്കുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പല ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് അനാലിസിസ് ആണ്. സിലബസ് ഏതൊക്കെ പോർഷനിൽ നിന്ന് കവറേജ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസിന് എന്നുള്ളത്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ പേപ്പറിനകത്ത് വരുന്നുണ്ട്. അതിന്റെ പല ഏരിയാസിൽ നിന്നും ചോദ്യങ്ങളും വരുന്നുണ്ട്. പ്രധാനമായിട്ടും ചോദിക്കുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ബേസിക് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന്റെ മീനിങ്, നേച്ചർ, എക്കണോമിക് കമ്പോണൻസ് എന്തൊക്കെയാണ്, അത് ഡിസ്കസ് ചെയ്യുന്ന പല അപ്രോച്ചസ് വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട്. പിന്നെ ഗ്ലോബൽ ഇഷ്യൂസ് ആൻഡ് ഗവർണൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ക്ലൈമറ്റിക് ചേഞ്ച്, ഗ്ലോബൽ കോമൺസ്, ഗവർണൻസും അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇഷ്യൂസ്, അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഗ്ലോബൽ പല ആസ്പെക്ട്സുകളും എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി റോൾ ഓഫ് ടെക്നോളജീസ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ഈ ഏരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എമർജിംഗ് ആയിട്ടുള്ള ഗ്രീൻ ടെക്നോളജി, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ വരുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഗ്രീൻ ടെക്നോളജീസ്, ഹെൽത്ത്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ, അപ്പൊ ഈ പാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അടുത്തത് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് റിലേഷൻഷിപ്സ് ആണ്. ഈ ഒരു ഏരിയാസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഈ ഒരു ഏരിയ റിലേറ്റ് ചെയ്തത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ ആവശ്യകത എന്താണ്, അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്. അപ്പോൾ നമ്മൾ ഈ നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് എക്സാംസിൽ കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി, റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, ഗ്രീൻ ടെക്നോളജീസിന്റെ യൂസേജ് എന്താണ്, അപ്പൊ ഈ ഒരു ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കുന്നുണ്ട്. എമർജിംഗ് ആയിട്ട് ഈ ഒരു ഏരിയാസിൽ നിന്ന് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്ലോബൽ ഗവർണൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാനായിട്ട് ചോദിക്കുന്നത്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റഡ് അപ്രോച്ചസ് ചോദിക്കുന്നുണ്ട്. അപ്രോച്ചസ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് വരുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഈ ഒരു ഏരിയാസ് ഒക്കെ നിന്ന് ഫ്രീക്വന്റ്ലി എക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്. പല മെത്തഡോളജീസ് ചോദിക്കുന്നുണ്ട്, അതിന്റെ റിലേറ്റ് ചെയ്തിട്ട് പല സ്ട്രാറ്റജീസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിലബസിനനുസരിച്ചിട്ടാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മേജർ ഏരിയാസ്, മൈനർ ഏരിയാസ് എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ് എപ്പോഴും ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് ചോദിക്കുന്നുണ്ട്, അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സിലബസിന്റെ നേച്ചർ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു മിക്സ്ഡ് അപ്രോച്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കുക.
ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് കൂടി ഒരു ലേണർക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലായിട്ട് ഒരു ഇന്റർ കണക്ഷൻസ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഗ്ലോബൽ ചേഞ്ചസ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഏരിയാസ് കുറച്ചുകൂടി ലേണേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ജൂൺ 2022 നോക്കുകയാണ് എങ്കിൽ ഏകദേശം ഒരു 10% ബ്ലോക്ക് 4 നിന്നാണ് വന്നിട്ടുള്ളത്. 20% ബ്ലോക്ക് 2 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 3 നിന്നുമാണ്. ബ്ലോക്ക് 3 ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതായത് 40% ചോദ്യങ്ങൾ ബ്ലോക്ക് 3 നിന്നും 30% ചോദ്യങ്ങൾ ബ്ലോക്ക് 1 നിന്നുമാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിനകത്ത് ബ്ലോക്ക് 4 നിന്ന് 30% വന്നിട്ടുണ്ട്, ബ്ലോക്ക് 1 നിന്ന് 20%, ബ്ലോക്ക് 2 നിന്ന് 20%, ബ്ലോക്ക് 3 നിന്ന് 30%. സോ 2022 ഡിസംബർ 2022 എടുത്ത് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 3 40% ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഡിസംബർ 2020 ആവുമ്പോൾ 30% ബ്ലോക്ക് 4 നിന്ന് വരികയാണ്. നേരത്തെ 10% ആയിരുന്നിടത്ത് നിന്ന് ഇപ്പൊ 30% ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ജൂൺ 2023 നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4 20%, ബ്ലോക്ക് 1 20%, ബ്ലോക്ക് 2 30%, ബ്ലോക്ക് 3 30% ആണ് വരുന്നത്. ഇനി അതേ വർഷം തന്നെ ഡിസംബർ 2023 നടത്തിയിട്ടുള്ള എക്സാമിൽ നോക്കുകയാണ് എങ്കിൽ ബ്ലോക്ക് 1 30%, ബ്ലോക്ക് 2 10%, ബ്ലോക്ക് 3 20%, ബ്ലോക്ക് 4 40%. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. സോ ഇപ്പോഴത്തെ ആ ഒരു പൈ ചാർട്ട് നേരത്തെ കാണിച്ചത് എങ്ങനെയാണ് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ എടുത്തതെന്ന് പറയുന്നത് ഡിസംബർ 2023 വരെയാണ്. അതായത് ജൂൺ 2022 മുതൽ ഡിസംബർ 2023 വരെയുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ബ്ലോക്ക് 1 വരുന്നത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഈ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ പ്രസൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ജൂണിലും ഡിസംബർ 2023 ഈ ഏരിയാസിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 2, അതായത് ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോക്കിനകത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഈ ഒരു ബ്ലോക്കിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗ്ലോബൽ ഇഷ്യൂസ്, അതിന്റെ സിഗ്നിഫിക്കന്റ് പോർഷൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഡൈനാമിക്സിനകത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നാണ് കൂടുതലുമായിട്ടും ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 വന്നിട്ട് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഫുഡ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഫുഡ് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ പല ഏരിയാസിൽ നിന്ന് എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ വേ ഫോർവേഡ് എന്നുള്ള രീതിയിലുള്ള ആ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു എമേർജിംഗ് ട്രെൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പർട്ടിക്കുലർലി നമ്മൾ ഡിസംബർ 2023 ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുന്ന സമയത്ത് കൂടുതലുമായിട്ടും പുതിയ പോളിസീസ് ചോദിക്കുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ്, അതിന്റെ ആസ്പെക്ട്സ് ചോദിക്കുന്നുണ്ട്, ഇക്വിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റോൾസ് എന്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോ ബ്ലോക്ക് 1 ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എമേർജിംഗ് ആയിട്ടും ഗ്രോയിങ് ഫോക്കസ് നമ്മൾ കൊടുത്ത് പഠിക്കേണ്ടതാണ്. കാരണം കുറെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു ഏരിയാസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് 2 ബ്ലോക്ക് 4 നോക്കിക്കഴിഞ്ഞാൽ പല വേരിയബിലിറ്റി കാണിക്കുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രയോറിറ്റീസ്, ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന കാണിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ബ്ലോക്ക് 2 ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് വെയിറ്റേജ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 നിന്ന് ഒരു ചോദ്യം, യൂണിറ്റ് 2 നിന്ന് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, യൂണിറ്റ് 3 നിന്ന്
3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 നിന്ന് ഒരു ചോദ്യവും 2022 ജൂണിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ യൂണിറ്റ് 5 നിന്ന് 2 ചോദ്യം വന്നിട്ടുണ്ട്. യൂണിറ്റ് 6 നിന്ന് ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 7 നിന്ന് ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. 8 നിന്നും അതേ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. 9, 10 നിന്നും ഒരേ ചോദ്യമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ വർഷം ഈ പറയുന്ന 11, 12, 13, 14 യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ഇനി ഡിസംബർ 2022 എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 യൂണിറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുണ്ട്. 4ാമത്തെ യൂണിറ്റിൽ നിന്നും ഒന്നും ചോദിച്ചിട്ടില്ല. 5ാമത്തെ യൂണിറ്റിൽ നിന്ന് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ 6 മുതൽ 11ാമത്തെ യൂണിറ്റിൽ നിന്ന് വരെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഓരോ ക്വസ്റ്റ്യൻസ് ഈച്ച് യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. 12ലും 13ൽ നിന്നും ഒന്നും ചോദിച്ചിട്ടില്ല. 14ൽ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇനി ജൂൺ 2023 എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 5 യൂണിറ്റിൽ നിന്നും ഓരോ ചോദ്യം വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 6ൽ നിന്നും ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ 8ൽ നിന്നും 7ൽ നിന്നും 9ൽ നിന്നും 10ൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 13ാമത്തെ യൂണിറ്റിൽ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 11, 12, 14ൽ നിന്നും ഒന്നും തന്നെ ആ വർഷത്തിൽ വന്നിട്ടില്ല. ഇനി ഡിസംബർ 2023 എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 1ൽ നിന്നും 2ൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വീതം വെച്ച് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3ൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേ 2022 ജൂണിലും ഡിസംബർ 2023ലും 3ാമത്തെ യൂണിറ്റിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 4, യൂണിറ്റ് 6, യൂണിറ്റ് 8, യൂണിറ്റ് 10, 11, 12, 14 ഡിസംബർ 2023 ഓരോ ചോദ്യം വെച്ച് വന്നിട്ടുണ്ട്. ബാക്കി യൂണിറ്റിൽ നിന്നും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല ആ വർഷം. ഇനി നമ്മൾ യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കിയാൽ അത് ക്വസ്റ്റ്യൻസ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ജൂൺ 2022 മുതൽ ഡിസംബർ 2023 വരെയുള്ളതാണ്. അതിനകത്ത് യൂണിറ്റ് 1 എന്ന് പറയുന്നത് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിനകത്ത് നിന്ന് കുറച്ച് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ റോൾസ് ആണ് ഈ പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് മേജർ കമ്പോണൻസ് ആണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് അപ്രോച്ചസും ആണ്. പർട്ടിക്കുലർലി ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കാരണം യൂണിറ്റ് 3ൽ നിന്നും 2023ലും ജൂൺ 2022ലും 3 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 4 വരുന്നത് ഗോൾസ് ആണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു യൂണിറ്റ് 4ൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. റീസെന്റ് ആയിട്ട് വരുന്ന എക്സാംസിന് ചിലപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. യൂണിറ്റ് 5 ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റ് ആണ്. ഈ ഒരു യൂണിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏർലിയർ എക്സാംസിന് അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഇതിനകത്ത് വന്നിട്ടില്ല. ബട്ട് നമുക്കൊരു ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതലും വരുന്നതെന്ന് പറയുന്നത് ക്ലൈമറ്റിക് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്നത്, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. യൂണിറ്റ് 6 വന്നിട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻസും യൂണിറ്റ് 7 ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ക്ലൈമറ്റിക് ചേഞ്ച് റിലേഷൻസ് ആണ്. ഇതിനകത്തുനിന്ന് ഒരു ഡിക്രീസിങ് അറ്റൻഷൻ ആണ് ലേറ്റസ്റ്റ് എക്സാംസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഷിഫ്റ്റ്സുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. യൂണിറ്റ് 8 വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആണ്. കൺസിസ്റ്റന്റ്ലി ഇപ്പൊ വരുന്ന എക്സാംസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ടാർഗറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ക്രിട്ടിക്കൽ ആസ്പെക്ട്സിൽ എഴുതാനാണ് ചോദിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഫുഡ് സെക്യൂരിറ്റിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ലിങ്ക് ചെയ്തിരിക്കുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 8ൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു ഹൈ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് 9. യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഗ്രീൻ ടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് റോൾ ഓഫ് ടെക്നോളജി സസ്റ്റൈനബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 10 എന്ന് പറയുന്നത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഈ റോൾ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് എഡ്യൂക്കേഷന്റെ റോള് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റ് 10 നിന്ന് വരുന്നത്. പിന്നെ യൂണിറ്റ് 11 മുതൽ 14 വരെ ഇതെന്ന് പറയുന്നത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മൂവിങ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷം ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ
ഈ പറയുന്ന ഒരു വേരിയബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് നമുക്ക് ഈ പറയുന്ന യൂണിറ്റ് 11 മുതൽ 14 വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോളിസി ഇന്നോവേഷൻസ്, എന്തൊക്കെയാണ് നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റോള്, അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് യൂണിറ്റ് വൈസ് അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു, അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് അനാലിസിസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പല ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സിലബസിന്റെ ഒരു ഇന്റർപ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഷിഫ്റ്റ്സുകൾ വരുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പലതരം പ്രയോറിറ്റീസ് വരുന്നുണ്ട്, എമേർജിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ആ റിലേറ്റഡ് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഒരു കരിക്കുലത്തിൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എമേർജിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സിനനുസരിച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ടോപ്പിക് വൈസ് അനാലിസിസ് ആണ്. ടോപ്പിക് വൈസ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ജൂൺ 2022-ന്റെയും ഡിസംബർ 2022-ന്റെയും ജൂൺ 2023-യുടെയും ഡിസംബർ 2023-യുടെയും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ആണ്. അതിനകത്ത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എക്കണോമിക് കോമ്പോണൻസ് എന്തൊക്കെയാണ്, കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്ലൈമറ്റിക് ചേഞ്ച് റിലേറ്റഡ് ഏരിയാസ് ചോദിച്ചിട്ടുണ്ട്, എർത്ത് സമ്മിറ്റ് 1992 റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് വന്നിട്ടുണ്ട്, ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുണ്ട്, ഫുഡ് സെക്യൂരിറ്റി, ഗ്രീൻ ടെക്നോളജീസ്, എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോളിസി ഇന്നോവേഷൻസ്, റോൾ ഓഫ് NGOs ആൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. അപ്പൊ ഈ ഒരു ഇത്രയും ടോപ്പിക്സിൽ നിന്നുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആ ഒരു ബാർ ചാർട്ട് ബേസ് ചെയ്തിട്ട് ജൂൺ 2022 ടു ഡിസംബർ 2023-യുടെ ടോപ്പിക് ബേസ് അനാലിസിസ് നമുക്ക് നോക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ് വരുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു സെൻട്രൽ റോള് തന്നെ ഈ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷണൽ ടോപ്പിക്സിന് കൊടുക്കുന്നുണ്ട് ഇഗ്നു. ഇനി ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഏരിയാസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള എക്സാംസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത വേരിയബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, കാരണം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. എക്കണോമിക് കമ്പോണൻസ്. എക്കണോമിക് കമ്പോണൻസ് 2023 സെക്ഷനിൽ ആബ്സെന്റ് ആയിരുന്നു. പക്ഷേ അതിലൊരു ഷിഫ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇനി ഈ ഒരു ഏരിയയിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ക്ലൈമറ്റിക് ചേഞ്ച്. ക്ലൈമറ്റിക് ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ലാസ്റ്റ് 2 സെക്ഷനായിട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ വളരെ ഒരു ഗ്രേറ്റർ എംഫസൈസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. എമർജിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിങ്ങും ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നേ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ റീസെന്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് പോളിസി ഇന്നോവേഷൻസ്, റോൾ ഓഫ് NGOs ആൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് ലാസ്റ്റ് സെക്ഷൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഇൻക്രീസ്ഡ് ഫോക്കസ് ഈ ഒരു ഏരിയതിനകത്ത് കൊടുത്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പലതരം ടോപ്പിക്സുകൾ നമ്മൾ നോക്കി ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടന്റ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ആവറേജ് മാർക്സ് അലോക്കേഷൻ പെർ ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മാർക്ക് വൈസ് വെയിറ്റേജ് വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ക്ലൈമറ്റിക് ചേഞ്ച്, ഫുഡ് സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു ഏരിയാസിൽ നിന്ന് ഒരു ഏറ്റവും കൂടുതൽ ഒരു 100% വെയിറ്റേജ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണ് ക്ലൈമറ്റിക് ചേഞ്ച്, ഫുഡ് സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മോർ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എക്കണോമിക് കമ്പോണൻസ്, ഗ്രീൻ ടെക്നോളജി റിലേറ്റഡ് ഏരിയാസ് ആണ്. പിന്നെ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, പോളിസി ഇന്നോവേഷൻസ്. ഇതൊരു ഈക്വൽ അപ്രോച്ച് കൊടുത്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ്.
ഇനി ലെസ് വെയിറ്റേജ് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എർത്ത് അപ്പ് ഇൻ 1992, റോൾ ഓഫ് NGOs, എൻവയോൺമെന്റൽ ജസ്റ്റിസ്. അപ്പൊ ഇതിന് ഒരു ലെസ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ്. ഈ ഒരു ബാർ ചാർട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ പെർ മാർക്ക് അലോക്കേഷൻ ബേസിസ് അനാലിസിസ് നമ്മൾ നോക്കിയത് ജൂൺ 2022 ടു ഡിസംബർ 2023 വരെയാണ്. അപ്പൊ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ടും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളത് ലേണേഴ്സിന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കാരണം ഇതൊരു ഹൈ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതേപോലുള്ള ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ്. ഇനി മോഡറേറ്റ്ലി സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് എക്കണോമിക് കമ്പോണൻസ്. കാരണം ഈക്വൽ ആയിട്ടുള്ള ഒരു മോഡറേറ്റ് മാർക്ക് അലോക്കേഷൻ ആണ് ഈ ഒരു ഏരിയാസിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് ആ ഒരു മോഡറേറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് എക്കണോമിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ ലോവർ സ്കോറിംഗ് ആൻഡ് എമർജിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് പോളിസി ഇന്നോവേഷൻ ഏരിയാസ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് വരുന്ന ഏരിയാസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ റീസെന്റ് ആയിട്ട് എമർജ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ്. പക്ഷെ ഇതുവരെ ഒരു ലോവർ സ്കോറിംഗ് ആയിട്ടുള്ള വെയിറ്റേജ് കൊടുത്തിട്ട് വരുന്ന ഏരിയാസ് ആണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിങ്ങും ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്നൊക്കെ പറയുന്നത് ഒരു ഹയർ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. എമർജിംഗ് ആയിട്ട് ഇത്തരത്തിലുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിന് നമ്മൾ മാർക്കിന്റെ അലോക്കേഷൻ അനുസരിച്ചിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എവിടെയാണെന്ന് നോക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ടിലേക്കാണ് മൂവ് ചെയ്യുന്നത്. റെക്കറന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കാരണം ഇത് ജൂൺ 2022 ജൂൺ 2023 ഡിസംബർ 2023 ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് ജൂൺ 2022 ഡിസംബർ 2022 ജൂൺ 2023 ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഫുഡ് സെക്യൂരിറ്റി, അത് എല്ലാ സെക്ഷനിലും തന്നെ ഈ പറയുന്ന 4 ഇയർലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ എല്ലാ സെക്ഷനിലും ജൂൺ സെക്ഷനിലും ഡിസംബർ സെക്ഷനിലും നമുക്ക് ഫുഡ് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത് ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. ക്ലൈമറ്റിക് ചേഞ്ച് ജൂൺ 2022 ഡിസംബർ 2022 ജൂൺ 2023 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതേപോലെ തന്നെയാണ് 4 സെക്ഷൻസിലും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പോളിസി ഇന്നോവേഷൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡിസംബർ 2022 ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു എമർജിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി പാറ്റേൺ അനാലിസിസ് ആണ്. പാറ്റേൺ അനാലിസിസിനകത്ത് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ ഒരു ഏരിയ എക്സാമിൻ സെക്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം പല ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇനി മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് കമ്പോണൻസ് എന്ന് പറയുന്നത് 4 സെക്ഷൻസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ് ഈ പറയുന്ന ഫൗണ്ടേഷണൽ ഏരിയ ആയിട്ടുള്ള മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ക്ലൈമറ്റിക് ചേഞ്ച് ഏരിയ എന്ന് പറയുന്നത് 3 സെക്ഷൻസിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു ഹൈ ചാൻസ് ആണ് ഇനിയും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇനി പോളിസി ഇന്നോവേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നില്ല, പക്ഷെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇനി വരുന്ന എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം. ഇനി പ്രഡിക്ഷൻസ് ഫോർ നെക്സ്റ്റ് എക്സാം, അതായത് നമ്മൾ ഈ എഴുതാൻ പോകുന്ന എക്സാമിന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി, അവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലൈമറ്റിക് ചേഞ്ച്, എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോളിസി ഇന്നോവേഷൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു വരുന്ന സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ്. സോ നമ്മളെ ഈ വരുന്ന അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിന് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളതും അതിന്റെ ട്രെൻഡ്സും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ഫുഡ് സെക്യൂരിറ്റി, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാക്ടിക്കലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഗ്ലോബൽ ചാലഞ്ചസ് എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫുഡ് സെക്യൂരിറ്റിക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതൊരു ഹൈ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്.
ഇത് കൺസിസ്റ്റന്റ്ലി എല്ലാ സെക്ഷനും കവർ ചെയ്തിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കാരണം ഇത് 3 to 4 ആയിട്ടുള്ള പ്രൊവൈഡഡ് ആയിട്ടുള്ള സെക്ഷൻസിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീനിങ് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ കോർ കോൺസെപ്റ്റ്സുകൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീനിങ്ങും അതിന്റെ കോർ കോൺസെപ്റ്റ്സുകളും പഠിക്കുക. ഇനി ക്ലൈമറ്റിക് ചേഞ്ച് നോക്കുകയാണെങ്കിൽ 3 സെക്ഷൻസിലും ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം പലതരത്തിലുള്ള ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. ക്ലൈമറ്റിക് ചേഞ്ചിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവുമുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ഹൈ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അടുത്തതെന്ന് പറയുന്നത് എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് കൺസിസ്റ്റന്റ്ലി 3 സെക്ഷൻസ് ആയിട്ടും റെക്കർ ചെയ്ത് വരുന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാക്ടീസ് പല സെക്ടേഴ്സിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എക്കണോമിക് ആസ്പെക്ട്സ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 സെക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഏരിയ ആണ്. എങ്ങനെയൊക്കെയാണ് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഗ്രോയിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 സെക്ഷൻസ് ആയിട്ട് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ചിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ബ്രോഡർ ആയിട്ടുള്ള എക്കണോമിക് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസിന് ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ലാസ്റ്റ് 2 സെക്ഷൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി പോളിസി ഇന്നോവേഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസൺ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല എമർജിങ് ആയിട്ടുള്ള പോളിസീസ് എങ്ങനെയൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പല സെക്ടേഴ്സിലും കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യകതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ഇനി പ്രഡിക്ഷൻ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് ഫ്രീക്വന്റ്ലി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പല ഓൺഗോയിങ് ആയിട്ടുള്ള ഗ്ലോബൽ ഇഷ്യൂസും അതിന്റെ റെലവൻസും കണക്കാക്കി എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. പല എമർജിങ് ടെൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്ലൈമറ്റിക് ചേഞ്ച് വരുമ്പോൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനെ മിറ്റിഗേറ്റ് ചെയ്യേണ്ടത്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നകത്ത്, പലതരത്തിലുള്ള പോളിസി ഇന്നോവേഷൻസ്, കമ്മ്യൂണിറ്റി അപ്രോച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസ് എന്നൊക്കെ പറയുന്നത് വളരെ എമർജിങ് ആയിട്ടും റീസെന്റ് ട്രെൻഡ് വരുന്നിട്ടുള്ള കണ്ടംപററി റെലവൻസ് ഉള്ള ഏരിയാസ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയാസ് നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എക്സാം എഴുതുന്ന ലേണേഴ്സ് എന്തായാലും ഈ ഒരു ഏരിയാസ് നിന്നുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഏരിയാസ് ഒന്ന് തറവാക്കിയിട്ട് വേണം പോകാനായിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് ഒരു ഫൗണ്ടേഷണൽ നോളേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സസ്റ്റൈനബിൾ റിലേറ്റഡ് കോൺസെപ്റ്റ്സിനകത്ത് ഒരു ഫൗണ്ടേഷണൽ നോളേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എ കോംപ്രിഹെൻസീവ് നോട്ട് ടു ദ ലേണേഴ്സ്. ഡിയർ ലേണേഴ്സ്, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അറിയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അപ്കമിങ് എക്സാംസ് വരികയാണ്. ഇതിന്റെ നമ്മൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു, ടോപ്പിക് വൈസ് അനാലിസിസ് നോക്കി, ഏരിയ വൈസ് അനാലിസിസ് നോക്കി, മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ നോക്കി. സോ ഇമ്പോർട്ടൻറ്റ് കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒന്നാമത് വരുന്നത്. അതായത് മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നിങ്ങൾ അതിനകത്തൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു ഏരിയയിൽ. അതായത് ബേസിക് ഡെഫിനിഷൻസ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, ഫ്യൂച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കാരണം ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷണൽ ഏരിയാസിൽ നിന്ന്. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവേണ്ടത്. അടുത്തെന്ന് പറയുന്നത് കോർ ടോപ്പിക്സ് ആണ്. കോർ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. കാരണം ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത്. അപ്പോൾ അതിന്റെ റിലേഷൻഷിപ്സും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാക്ടീസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ ആ ഒരു കോർ ടോപ്പിക് ഏരിയ ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനുള്ളത്. അടുത്തെന്ന് പറയുന്നത് ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗ്ലോബൽ ക്ലൈമറ്റിക് ഇമ്പാക്ട്സ് വരുന്നുണ്ട്. ഗവർണൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ,
എങ്ങനെയാണ് ഇതിനെ ക്ലൈമറ്റിക് ചേഞ്ച് വരുമ്പോൾ അതിനെ മിറ്റിഗേറ്റ് ചെയ്യേണ്ടത്, അഡാപ്റ്റ് ചെയ്യേണ്ടത്, ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ എക്കണോമിക് കമ്പോണൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് പലതരത്തിലുള്ള എക്കണോമിക് സ്ട്രാറ്റജീസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഗ്രോത്ത്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്കണോമിക് പോളിസീസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റിയിൽ നമ്മൾ നോക്കി കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എക്കണോമിക് കമ്പോണൻസിന്റെ ഏരിയാസ് ഒന്ന് നോക്കുക. അടുത്തത് പറയുന്നത് എമേർജിംഗ് ആയിട്ടും ഇമ്പോർട്ടൻറ്റ് തീംസുമായിട്ട് വരുന്ന ഏരിയാസ് ആണ് പോളിസി ഇന്നോവേഷൻസ്. പോളിസി ഇന്നോവേഷൻസ് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ഇപ്പോഴത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം മൂവ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിങ്ങും ഹ്യൂമൻ ഡെവലപ്മെന്റും. സോ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കപ്പാസിറ്റീസ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ എംപവർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് അലൈൻ ചെയ്യേണ്ടത് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയും ഹ്യൂമൻ കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ട്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനായിട്ട്. അടുത്തെന്ന് പറയുന്നത് ടിപ്സ് ഫോർ എക്സാമിനേഷൻ പ്രിപ്പറേഷൻസ്. സോ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിലേറ്റ്. അതായത് വെറുതെ മെമ്മറൈസ് ചെയ്യാനല്ല നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് റിയൽ വേൾഡ് ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം ഈ പറയുന്ന കോൺസെപ്റ്റ്സുകളും ടോപ്പിക്സുകളും. പിന്നെ എന്ന് പറയുന്നത് പ്രാക്ടീസ് കോംപ്രിഹെൻസീവ് റെസ്പോൺസസ്. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമിനേഷൻ സ്ട്രക്ചേഴ്സ് നോക്കുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സുകൾ ഒന്ന് നോക്കുക, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, പലതരം കേസ് സ്റ്റഡീസിന്റെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക, കറണ്ട് റെലവെന്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് അതിന് നിങ്ങൾക്ക് ഇലുസ്ട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് എക്സാമിനേഷന് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് റിവ്യൂ റീസെന്റ് ട്രെൻഡ്സ്. അതായത് സ്റ്റേ അപ്ഡേറ്റഡ്. അതായത് റീസെന്റ് ആയിട്ട് വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകളായിട്ട് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ക്ലൈമറ്റിക് ചേഞ്ചും പോളിസി ഇന്നോവേഷൻസ് ഏരിയാസ് ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പിന്നെ പ്രയോറിറ്റൈസ് ബേസ്ഡ് ഓൺ വെയിറ്റേജ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിനകത്ത് ഹയർ വെയിറ്റേജ് കൊടുത്തിട്ട് പഠിക്കേണ്ട ബ്ലോക്കുകൾ അറിയാം, ടോപ്പിക്കുകൾ അറിയാം. അപ്പോൾ ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്യണം. ലെസ് ഫോക്കസ് കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ ഇഗ്നോർ ചെയ്ത് കളയണം എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അത് നമ്മൾ നോക്കിയിരിക്കണം. കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഹയർ വെയിറ്റേജ് വരുന്ന ഏരിയാസിനാണ് എന്ന് കരുതിയിട്ട് ലെസ് ഫോക്കസ് ഒട്ടും പഠിക്കരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി യൂസ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺസ് മനസ്സിലാക്കാനും ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാനും ആക്ച്വൽ എക്സാമിന് ടൈം മാനേജ്മെന്റ് ചെയ്യാനും പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. ഇനി കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പല ടോപ്പിക് വൈസ് അനാലിസിസും വെയിറ്റേജ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തൊന്ന് നോക്കണം. ഗ്ലോബൽ ഇഷ്യൂസിനൊക്കെ നിങ്ങളൊന്ന് അവെയർ ആയിരിക്കണം. നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് നിങ്ങളുടെ ആൻസർ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കണം. സോ നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ് ആൻഡ് അപ്കമിങ് എക്സാംസ്. സോ നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ബാച്ചുലർ ഓഫ് ആർട്സ് BAG, ടേം ആൻഡ് എക്സാമിനേഷൻ June 2024, time 3 hours, maximum mark 100 marks, instructions, all the answer any 5 questions in about 400 words, selecting at least 2 from each section. All questions carries equal mark. So first section, question number 1, discuss the foundational principles of sustainable development. Explain the concept and provide the examples of how these principles are applied in real world scenarios. Second question, analyze the economic components of sustainable development. Discuss how economic policies can be structured to promote sustainability in developing countries. Third question, evaluate the effectiveness of community capacity building as an approach to achieve sustainable development. Provide examples from case studies or current initiatives that illustrate the impact of this approach. Fourth question, write short notes on following about 200 words each. The role of Paris Agreement in addressing climatic change. B, the differences between
Sustainable Development Goals and Millennium Development Goals. Section 2, question number 5, discuss the interrelation between climatic change, food security, and sustainable development. Provide examples of how climatic change impacts food security and discuss sustainable solutions to mitigate these impacts. Question number 6, discuss the role of education in promoting sustainable development. Highlight the specific educational strategies or programs that integrate sustainable development into their curriculum. Seventh question, assess the significance of green technologies in enhancing health and sanitation in urban areas. Focus on recent technological innovations and their practical applications. Question number 8, write short notes on following, about 200 words each. Policy innovations for sustainable development in the context of urban planning. The concept of common but differentiated responsibilities in international environmental law. So, ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾ ഇത് ആൻസർ ഒരു 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാംസ്. താങ്ക് യു.